Hello guys, welcome back to our channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഞാൻ ഇങ്ങനെ ഒരു സാരിയെ കൊടുത്തിട്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഗസ് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് ഏതാണ്ട് വിഷു ഒക്കെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വിഷു സ്പെഷ്യൽ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതൊരു വിഷു സ്പെഷ്യൽ മേക്കപ്പ് ലുക്കാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു നാടൻ ലുക്കാണ് നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം യൂസ് ആക്കിക്കൊണ്ട് നമ്മളിത് അടിപൊളിയായിട്ട് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ അധികം പ്രോഡക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ചെറിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ആക്കുന്നുള്ളൂ. എന്തായാലും ഞാനൊരു നമ്മൾ പൗഡർ ഇന്ന് യൂസ് ആക്കുന്നുണ്ട്. അപ്പോൾ അധികം വലിയ കോമ്പാക്ട് പൗഡേഴ്സ് ഒന്നും അല്ല യൂസ് ആക്കുന്നത്. വളരെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടാൽക്കം പൗഡേഴ്സ് ഒക്കെ എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ ഫേസ് ഒന്നൊരു നന്നായിട്ടിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ചെറിയൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു പൗഡർ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ടാൽക്കം പൗഡേഴ്സ് ഏതായാലും കുഴപ്പമില്ല. ഇനി കോമ്പാക്ട് പൗഡേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാം. ഇത് ഞാൻ കുറച്ചുകൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്നുള്ളത് അതെടുക്കാൻ ഞാൻ ഇവിടെ ക്യൂട്ടിക്കോറൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ പൗഡർ യൂസ് ആക്കാറില്ല. ഇതിപ്പോൾ ജസ്റ്റ് വിഷു സ്പെഷ്യൽ ആയതുകൊണ്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ പൗഡർ എടുത്തു. ഇനി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒരു ബ്രഷ് കൂടി എടുത്തിട്ട് ഇങ്ങനെ തൊട്ടിട്ട് കൊടുക്കുക. മാക്സിമം കുഞ്ഞിതായിട്ട് ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, ഭയങ്കര കട്ടിയായിട്ടിരിക്കും. നിങ്ങൾക്ക് കൈയാണെന്നതിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ സാധാരണ കൈയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചുമ്മാ കാണിച്ചു തരാം. നിങ്ങൾക്ക് കംഫർട്ടബിൾ ഏതാണോ അങ്ങനെ അനുസരിച്ച് ചെയ്യാം. ഫുൾ നല്ല രീതിക്ക് ബ്ലെൻഡാക്കി കൊടുക്കുക. നല്ല രസമുണ്ട് കേട്ടോ. കൈയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീർന്നു കിട്ടും. ഇത് നല്ലൊരു സുഖം. ഓക്കെ, അപ്പോൾ അതേ പൗഡർ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല സമയം എടുത്തു. നമുക്ക് പെട്ടെന്ന് റെഡി ആവണമെങ്കിൽ ഇതെനിക്ക് പറ്റത്തില്ല. എൻ്റെ ഇതാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കും. ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അല്ല, നല്ല ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ഇതേ പൗഡർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. മാറ്റി കണ്ടില്ലേ നേരത്തെ ഇത്. അപ്പോൾ പൗഡർ ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്പ് അത്യാവശ്യം ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. തീരെ ഡ്രൈ എങ്കിലും അത്യാവശ്യം ലിപ്പ് ഡ്രൈ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ലിപ് ബാം കൂടി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പുരികവും കണ്ണും സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഒരു ലിപ് ബാം കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം യൂസ് ചെയ്യാം. ഞാൻ വീട്ടിൽ നിൽക്കുന്ന ടൈമിലാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് യൂസ് ചെയ്യുക. പുറത്ത് പോകുമ്പോൾ ഞാൻ ഈ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലിപ്പും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടണം. അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഐബ്രോസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്ക് ഐബ്രോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇതുണ്ട് ഇപ്പോൾ ഇത് ഒരുപാട് വളർന്നിട്ടില്ലാണ്ടെങ്കിലും ചെറിയൊരിതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഐബ്രോസ് കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അത് വലിയതായിട്ട് ഇപ്പോൾ ഞാൻ കൂടുതലും ഇതുവരെ ഉള്ളതിൽ ഞാൻ കാണിച്ചിട്ടുള്ളത് ബ്ലൂ ഹെവൻ്റെ ആണല്ലേ. അപ്പോൾ ബ്ലൂ ഹെവൻ്റെ തന്നെ വേണമെന്നില്ല. നമുക്കല്ലാതെ നമ്മുടെ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടത്തില്ലേ അതേ ഷെയ്ഡ്. അതിൻ്റെ ബ്രൗൺ ഒക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് ഏതായാലും കുഴപ്പമില്ല. കട്ടിക്ക് വരയ്ക്കാണ്ട് നൈസായിട്ട് വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐബ്രോസ് ആണ്. ഞാൻ എപ്പോഴും ബ്ലൂ ഹെവൻ്റെ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത്. ഇന്ന് ഞാൻ ബ്ലൂ ഹെവൻ്റെ അല്ലാതെ സാധാ ഒരു ഐബ്രോ പെൻസിൽ എടുത്തിട്ട് അത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇത് സാധാ ഒരു ഐബ്രോ പെൻസിലാണ്. എപ്പോഴത്തെയും പോലെ ജസ്റ്റ് ഒരു ഔട്ടർ ലൈൻ കൊടുക്കുന്നുണ്ട്. ഈ ഔട്ടർ ലൈനിലാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ. ഇപ്പം തന്നെ ചെറിയ വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. ഔട്ടർ ലൈനിലാണ് എല്ലാം. അത് തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് കോളായി കഴിഞ്ഞാൽ പുരുകം കോളാവും. ഓക്കെ, ഇനി ഇതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അധികം നൈസായിട്ട് കേട്ടോ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിലും ചെറിയൊരു സ്ട്രെയിൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഇങ്ങനെ നൈസായിട്ട് വരച്ചു കൊടുക്കുക. കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇനി ഇവിടെയും കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഒരുപാട് തിക്കാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ജസ്റ്റ് ഒരു ഇതേ കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. പിന്നെ അങ്ങോട്ട് നല്ലോണം ചെയ്തു പോകും. അപ്പോൾ ഐബ്രോസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഓക്കെ, അപ്പോൾ നമ്മുടെ ഐബ്രോസ് ഇവിടെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ കണ്ണാണല്ലേ. നമ്മുടെ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കണ്ണെഴുതാനും. കണ്ണായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ണെഴുതുന്നതിന് മുന്നേ ആയിട്ട് ഐ ഷാഡോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐ ഷാഡോ ഞാൻ ആദ്യമേ തന്നെ തുടക്കത്തിലേ പറഞ്ഞു, സിമ്പിൾ മേക്കപ്പ് ആണ്, എല്ലാവരുടെ കയ്യിലും ഉള്ള രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഐ ഷാഡോ കാണണമെന്ന് ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണുമല്ലോ അല്ലേ. എന്തെങ്കിലും ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഐസിന് ചെറിയൊരു ബിൽഡപ്പ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതെങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കണ്ണിലെ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ലിപ് ഗ്ലോസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബഡ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൽ ഒരുപാട് കളറാക്കുന്നില്ല. ജസ്റ്റ് നമ്മളൊരു ഐ ഷാഡോയ്ക്ക് പകരം ഒരു ഇതിന് വേണ്ടിയിട്ട് ചെറിയൊരു ടിൻ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ എന്തായാലും ഫുൾ കവർ നല്ലൊരു കാണിച്ചു തരാം. ഈ ഒരു ബഡ് പോർഷനില്ലേ, അവിടെ എന്തായാലും നല്ല കളറുണ്ടായിരിക്കും. ബട്ട് ഈ ഒരു പോർഷനിൽ ചെറിയൊരു സ്റ്റെയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് മുകളിലും കണ്ണിൻ്റെ താഴെയായിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് തൊട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ബഡ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഡിഫറൻസ് തരും. കണ്ടോ? ഓവറല്ല, എന്നാൽ ചെറിയൊരു കണ്ണൊരു വിടർന്ന ഒരു ലുക്ക് കാണും. ഇപ്പം നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി നിങ്ങൾക്ക് ഐലൈനർ യൂസ് ചെയ്യാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ണിന് എന്നാൽ ഐലൈനർ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ണ് ഉറങ്ങിയ മാതിരി ഇരിക്കും, അങ്ങനെയൊക്കെ ഉള്ളവർ കാണത്തില്ലേ. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് കണ്ണിൽ കുറച്ചും കൂടി ഒരു ഫ്രഷ്നെസ് തോന്നിക്കും. ഓക്കെ, ഐലൈനർ ഇല്ല എന്നുള്ള ഒരു ഇത് തോന്നിക്കത്തില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഐ ഷാഡോയ്ക്ക് പകരമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഹാക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കണ്ണ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൂടി അങ്ങനെ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് വളരെ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ രണ്ട് കണ്ണും സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐലൈനറാണ്. അപ്പോൾ ഇനി ഐലൈനർ ചെയ്യണം. അപ്പോൾ
അപ്പോൾ നമ്മുടെ കണ്ണിൽ ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മളിനി വേറെ പരിപാടി ഒന്നും ചെയ്യുന്നില്ല. ലിപ്സ്റ്റിക് എന്തായാലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഷെയ്ഡ് കാണും. അപ്പോൾ ആ ഒരു ഷെയ്ഡ് വെച്ചിട്ട് നമ്മുടെ ഈ കണ്ണിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അതേ കണ്ണിൽ ഏതാണ്ട് സെറ്റ് ആയിട്ടുണ്ട്. കണ്ണിൽ നമ്മൾ ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐലൈനർ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡാസ്ലറിൻ്റെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതാണെങ്കിലും അതെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മുകളിൽ വരയ്ക്കുക. ഓക്കെ, ഇനി നമ്മളിത് ഇപ്പോൾ ഇത്രയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെയും കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യണം. അവിടെ നമ്മളിങ്ങനെ കുറച്ച് ഉള്ളിലോട്ടാക്കി വാലിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നീട്ടി കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണ് എഴുതുമ്പോൾ തന്നെ വ്യത്യാസം കണ്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇവിടെയും അതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഐലൈനർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മസ്കാര നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മസ്കാര ഇടുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മസ്കാര വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ഈ അതായത് നമ്മുടെ മോതിരം ഇടുന്ന വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഇതായിട്ട് തന്നെ ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ടൂത്ത് ബ്രഷ് എടുത്ത് വെക്കുക. ഒരു ടൂത്ത് ബ്രഷ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ട് അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കുകയാണെങ്കിലും നന്നായിട്ട് വരും കേട്ടോ. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, കണ്ടോ? ഞാൻ ആക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ മസ്കാര കൂടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമ്മുടെ ഐബ്രോസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ഇതേ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാരിക്ക് ബിന്ദി മസ്റ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ റെഡ് ബ്ലൗസ് ആയതുകൊണ്ട് ഞാനിവിടെ ഒരു റെഡ് ഇതിനെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ നമ്മളൊന്ന് കുറച്ചുകൂടി കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കണ്ണിലിട്ട സെയിം കളർ തന്നെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. അപ്പം അതുകൂടി കൊടുക്കുക. ഒരുപാട് കളർ ഇങ്ങനെ എടുത്തിരുന്നാൽ ഭയങ്കര ഇതായിട്ട് വരും. എന്നാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇടുമ്പോൾ നല്ല റെഡ് തന്നെ ഇടും. ഓക്കെ, അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്ക് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഓർണമെൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്. ഓർണമെൻറ്റ്സ് ആയിട്ട് ഞാൻ ഈ കയ്യിൽ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇത് കൊടുക്കാൻ തിരിക്കുന്നു. അതുപോലെ തന്നെ ഇയർ റിങ്സ് കൂടി കൊടുക്കാൻ തിരിക്കുന്നു. മാല ഞാൻ ഇത് തന്നെ ആക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഹെയർ കൂടി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇയർ റിങ്സ് കൂടി ഇട്ട് കാണിച്ചു. കരിമിഴിക്കുരുവിയെ കണ്ടീല, നിൻചിരി മണിച്ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല.